നമസ്കാരം, അസ്സലാമു അലൈക്കും. എൻ്റെ പ്രധാനമന്ത്രിക്കും സുരേഷ് ഗോപി സാറിനും BJPയുടെ നേതാവിനും അതുപോലെ എല്ലാ നല്ലവരായ വീട്ടമ്മമാർക്കും അപ്പോൾ ഇന്ന് പറയാൻ വരുന്നത്, ഞാൻ കരൾ രോഗ വിദഗ്ധനാണ്. പട്ടാമ്പി കൊടലൂർ ആലിഞ്ചോട് ഇതാണ് എൻ്റെ സംവിധാനം. അപ്പോൾ ചെറിയൊരു മാറ്റമൊക്കെ വരുത്തണം എന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള തിരക്കിലാണ്. എന്തായാലും 30 തവണ കീമോതെറാപ്പി ചെയ്തിട്ടുള്ള ആളുകളാണെങ്കിൽ ശരി, നമുക്ക് രക്ഷപ്പെടുത്താൻ സാധിക്കും. ഇതിൻ്റെ പൈസ മുൻകൂട്ടി അടക്കണം. 55 ലക്ഷം രൂപ വരും, GST വരെയും വരും. ആ പൈസ നിങ്ങൾ അടക്കാൻ തയ്യാറുണ്ടെങ്കിൽ മാത്രം പൈസ അടച്ചിട്ട് മാത്രം നോക്കുക. അതായത് നിങ്ങളെ ആശുപത്രിക്കാർ മുഴുവൻ തട്ടിപ്പ് നടത്തുകയാണ് എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. പാരസെറ്റമോൾ കൊണ്ട് താൽക്കാലിക തലവേദന മാത്രം നിർത്താൻ പറ്റും, മറ്റുള്ളത് പറ്റില്ല. അതും താൽക്കാലികം, ക്ലിയറായിട്ട് പറ്റില്ല. അത് 2 തവണ സാധനം ഉപയോഗിച്ചാൽ ഉറപ്പായിട്ടും തൊണ്ടയും ആമാശയും ക്യാൻസർ വരും. ചിലപ്പോൾ ചില ആളുകളുടെ ബ്ലഡിൽ വലിയ തരം ക്യാൻസർ വരും. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക. അതുപോലെ ഗർഭം ധരിച്ച വീട്ടമ്മമാർ കഴിയുമെങ്കിൽ ഇംഗ്ലീഷ് മരുന്നിൽ പോകാതിരിക്കുക, പഴയ ആയുർവേദക്കാരെടുത്ത് പോകാതിരിക്കുക. അത് നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞിനും നല്ലതാണ്. നിങ്ങളുടെ പൈസ മുടക്കിയിട്ടാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്താണെങ്കിൽ ചെയ്യാം. ഞാൻ അതിന് എതിരൊന്നും പറയില്ല, എനിക്ക് വേണ്ട. കാരണം നിങ്ങൾ പോയി ചാവുന്നതിൽ എനിക്ക് യാതൊരു വിരോധമില്ല. ഒരു ഇംഗ്ലീഷ് മരുന്നിന് രക്ഷയില്ല. ഇന്നലെ ഒരു വീട്ടമ്മയുടെ കരച്ചിൽ നല്ല സ്ട്രോങ് ആയിരുന്നു. തൻ്റെ ഭർത്താവും തൻ്റെ 22 വയസ്സുള്ള മോനും ഒരേ ശയ്യയിലാണ് എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കണം. നിങ്ങളൊക്കെ എവിടെയാണ് ഉള്ളത്? എന്താണ് നമ്മളെ നീതി നിയമം? എന്താണ് ബഹുമാനപ്പെട്ട സുപ്രീം കോർട്ട്? എന്തിനാണ് ഈ സാധനമൊക്കെ കൊണ്ട് നടക്കുന്നത് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. വല്ല സങ്കടമായിപ്പോയി. ഒന്നിനു മാത്രമൊന്നുമല്ല, ഇവിടെ ഒട്ടനവധി കാര്യങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ചികിത്സാ കൊള്ളയും തട്ടിപ്പുമാണ്. ഏതൊക്കെ തരത്തിൽ നിങ്ങളിങ്ങനെ ഇടങ്ങറാക്കിയിട്ട് ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് അവരെ കൊല്ലണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ആ ചെറിയ സൈനയുടെ ലേശം കൊടുത്തേക്കാം, മനസ്സിലായില്ലേ? അതോടെ കൂടെ തീർന്നു ആ കത്തിക്കൽ. നിങ്ങൾ വേണമെങ്കിൽ അങ്ങനെ ചെയ്യുക. ഇതൊക്കെ വലിയ ക്രൂരതയാണ്. കാരണം ഒരു കേസിൽ ഒരു വീട്ടിലെ 5 പേരെയും നശിപ്പിച്ച് കളയാം എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ അങ്ങനെ ചെയ്യണമെങ്കിൽ നേരിട്ട് ചെയ്യും. എന്തിനാ ഈ വെറുതെ ഈ മഹാപാവം ചെയ്യുന്നത്? അതും ഒരു പാവമില്ലാത്ത വേറെ പരാതിയായിട്ട് വന്ന ആളുകൾ മുഴുവൻ മാർക്കറ്റ് പറ്റുന്ന ആൾക്കാരാണ്, മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന മണ്ടത്തരം ലോകത്തിന് ഒന്ന് മനസ്സിലാവട്ടെ. എന്നോട് കരഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എൻ്റെ പൈസ അടച്ചാൽ ഞാൻ എൻ്റെ രീതിയിലും മര്യാദ നിന്നാൽ ഞാൻ എല്ലാം ചെയ്യും. എനിക്കത് ചെയ്യാനും സാധിക്കും, മനസ്സിലായില്ലേ? മരുന്നുകൊണ്ട് എൻ്റെ മന്ത്രമുണ്ട്. പക്ഷേ നിങ്ങൾ അതിൽ കൂടുതൽ ഈ പറയുന്ന സമയത്ത് നിങ്ങൾ പൈസ അടച്ചിട്ട് വന്നില്ലെങ്കിൽ നിങ്ങളുടെ കാര്യം പോക്കാം. അത് ഞാൻ ആദ്യം പറയാം. നിങ്ങളുടെ കാര്യം പോക്കാം. നിങ്ങളെ നശിപ്പിച്ചവർ ഇംഗ്ലീഷ് മരുന്നുകാർ നിങ്ങളെ മൊത്തം നശിപ്പിച്ചു. അവർ വലിയ വിദ്യാഭ്യാസം ഉണ്ടെന്നൊക്കെ നിങ്ങളോട് പറയില്ലേ? അത് വെറും പൊള്ളേ. അങ്ങനെ സംഭവം അവരെടുത്തില്ല, വെറുതെ പറയാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ചിന്തിച്ചിട്ട് വേണം പോവുക. എൻ്റെ ചില അറിവുകളാണ് ഈ കാണുന്നത്. നിങ്ങളെ നാശം ചെയ്യാൻ ഇവിടുത്തെ മുസ്ലിം ലീഗ് നേതാക്കന്മാരാണ് നിൽക്കുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടുന്ന മരുന്ന് നിങ്ങൾ തന്നെ ചെയ്യുക. എനിക്ക് നിവൃത്തിയൊന്നുമില്ല. എന്നോട് കരഞ്ഞിട്ടൊന്നും കാര്യമില്ല. എൻ്റെ അടുത്തുണ്ടോ നിങ്ങൾ മുന്നേ കൂട്ടി പൈസ അടക്കുക, വേഗം കാര്യത്തിലടക്കുക. അതായത് ഒരു ദിവസത്തെ 2 നേരത്തെ മരുന്ന് ഉപയോഗിച്ച് ഭക്ഷണവും മരുന്നും കംപ്ലീറ്റ് നിർത്താണ്ട് നിങ്ങളെ തൽക്കാലം ഇതിൽ നിന്ന് മോചനമില്ല. അത് മാത്രമല്ല, നിങ്ങളുടെ അടുത്താരെങ്കിലും ഒരാൾ മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അടുത്തേക്ക് വരരുത്, എന്നെ ശല്യം ചെയ്യരുത്. നിങ്ങളുടെ അടുത്താരെങ്കിലും നിങ്ങളുടെ വണ്ടി ഓടിക്കുന്ന ഡ്രൈവർ മദ്യപിച്ചാൽ എൻ്റെ അടുത്തേക്ക് വരരുത്, മനസ്സിലായില്ലേ? ഇതെൻ്റെ ഒരു അപേക്ഷയാണ്. എന്താ കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ അടുത്ത് വരുന്നവരെ രക്ഷപ്പെടുത്തണമെന്ന ഒരാഗ്രഹം ഉള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് മദ്യപാനികൾ, അതുപോലെ നിങ്ങളുടെ ശരീരത്തിൽ പല എണ്ണമഴുക്കുകൾ, പിന്നെ ഓയിൽമെൻറ്റുകൾ ഇതൊക്കെ പുരട്ടുക, അകത്തേക്ക് ഇംഗ്ലീഷ് മരുന്ന് കഴിക്കുക, എന്നിട്ട് എന്നോട് മരുന്ന് വേണമെന്ന് പറഞ്ഞാൽ എങ്ങനെ രക്ഷപ്പെടുത്താനാണ്? എന്താ നിങ്ങൾ വിചാരിച്ച്? അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ സൂക്ഷിച്ച് അറിയുന്നത് നല്ലതാണ്. എനിക്ക് പറയാനുള്ളത് വെട്ടി തുറന്ന് പറയും. അതിലെന്നെ നിങ്ങൾ കുറ്റം പറയരുത്. നിങ്ങൾ കാണുന്ന ഇംഗ്ലീഷ് മരുന്നുകാരും ഈ രാഷ്ട്രങ്ങളും വളരെ മോശമാണെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഇവിടുത്തെ നമ്മുടെ ബഹുമാനപ്പെട്ട രാഷ്ട്രപതി ഭവനിലിരിക്കുന്ന മെഡിക്കൽ ഓഫീസർമാരുൾപ്പെടെ വിവരമില്ലാത്തവരാണെന്ന് ഞാൻ ഈ വാക്കിൽ വ്യക്തമാക്കി. ഇതിനു മുമ്പേ എത്രയോ തവണ ഞാൻ അത് പറഞ്ഞിട്ടുണ്ട്. എനിക്കത് പറയണം. കാരണം നമ്മൾ കൂടുതൽ ഐഡിയ ആയിരിക്കണം ചെയ്യുന്നത്. അല്ലാണ്ട്
അല്ലാണ്ട് ഏതെങ്കിലും കുപ്പത്തൊട്ടി ഒന്നും ആയാൽ പറ്റില്ല. അതിൻ്റെ സംവിധാനം അത് ആരെടുത്താണോ ഉള്ളത്, ആരാണ് ഇതിൻ്റെ കൈകാര്യം എന്നല്ല വിഷയം. അത് നടക്കുമോ എന്നാണ്. കൈകാര്യക്കാരാരാണെന്നല്ല. ഇപ്പോൾ ഇന്നലെ ഞാൻ 2 ദിവസം മുമ്പ് മരുതൂർ പോയിട്ട് വലിയൊരു ഫ്ലാറ്റ്, അതായത് അതിന് റൂം എടുത്തിട്ട് അതിൽ പതുക്കെ സൈഡിൽ കൂടെ പിന്നീട് അങ്ങോട്ട് ലെവലാക്കാമെന്ന് കണക്കാക്കി. കാരണം എനിക്കെപ്പോൾ എടുത്താൽ 4 മാസം കഴിഞ്ഞിട്ട് അത് ഓപ്പൺ ചെയ്യാൻ കഴിയും. കാരണം എൻ്റെ സാഹചര്യം അങ്ങനെയാണ്. കാരണം ഒരാൾ ഇവിടെ ഒരു സാധനം ഉണ്ടാക്കരുതെന്ന് CPM-ഉം മുസ്ലിം ലീഗും ഉറച്ച് തീരുമാനിച്ചിട്ടുള്ളതാണ്. ഇവിടെ ഒരാളും ജീവിക്കരുത്, ഒരാളും വസ്ത്രം എടുക്കരുത്, ഒരാളും തൊഴിൽ ചെയ്യരുത് എന്നാണ്. എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് അത് തന്നെ. ഇവിടെ ജനിച്ച നിങ്ങളുടെ കുട്ടികൾ ജോലിക്ക് വേണ്ടി എവിടെ പോകണം, എന്ത് ചെയ്യണം? നിങ്ങൾ പറയും. ഒരാൾക്ക് രോഗം മാറുന്ന മരുന്നില്ല, ജോലി ചെയ്യാൻ അവസരമില്ല. എന്താണ് ഇവിടുത്തെ സംവിധാനം? സർക്കാർ സംവിധാനത്തിൽ വരും അവരെ മൂത്രക്കുഴി പണയം വെച്ച് കൊടുത്താൽ അത് ഒരു 2% ആളുകൾക്ക്, അതായത് എത്ര കോടി നമ്മുടെ നാട്ടിലെ എത്ര കോടി ജനമുണ്ട്, അതിലെ 2% എന്ന് പറഞ്ഞാൽ എത്രയാണ് ഉള്ളത്? ബാക്കി 98% എവിടെ പോവും? നിങ്ങൾ പറയേ, എവിടെ പോവുക? അത് നിങ്ങൾ ശരിക്കും ചിന്തിക്കുക. എന്തിനാണ് നിങ്ങളുടെ സമ്പത്ത്? കാരണം ഒരു 500,000 രൂപ അല്ലെങ്കിൽ ഒരു 10,000 രൂപയുടെ സാധനത്തിന് ഈ കോടിക്കണക്കിന് രൂപ കൊണ്ടുപോയി കെട്ടിയിട്ട് നീ കരഞ്ഞത് കൊണ്ട് എന്ത് കാര്യമാണ്? എന്തിനാണ് നിങ്ങൾ നാട്ടുകാരോട് കൈ നീട്ടിയിട്ട് പറയുന്നത്? നാട്ടുകാരോട് പറയണമെങ്കിൽ നിങ്ങളുടെ അടുത്ത് ന്യായമാണ്. നിങ്ങൾ തോന്നിയാസം ചെയ്തതിന് നിങ്ങൾക്ക് വിലസാൻ വേണ്ടി നാട്ടുകാരുടെ അടുത്ത് പിരിവെടുക്കുക എന്ന രീതി വളരെ മോശമാണ്. നിങ്ങൾക്ക് സുഖിക്കാനും സന്തോഷിക്കാനും വേണ്ടി നാട്ടുകാരുടെ കയ്യിൽ എനിക്ക് ചികിത്സക്ക് പണം വേണം, അത് അത്ര കോടി ചിലവുണ്ട്. കരൾ സംബന്ധിച്ച രോഗത്തിന് എന്തിനാണോ കരൾ സംബന്ധിച്ച രോഗത്തിന് ഇത്ര സംവിധാനം? എനിക്ക് ആ ഉണങ്ങിയ മരുന്ന് പൊടിച്ചു വെക്കുന്ന സംവിധാനത്തിൻ്റെ അനുമതിപ്പെടുത്ത പഞ്ചായത്തുകൾ റവന്യൂ പൂർവന്മാർക്ക്, റവന്യൂ ഉദ്യോഗസ്ഥരുടെ നായക്കൾക്ക് വിവരമുണ്ടെങ്കിൽ അതിൻ്റെ ഒരു അനുമതി പത്രം കിട്ടിയാൽ നിങ്ങൾക്ക് 5,000 രൂപയെ താഴെ ഈ സാധനം നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരാഴ്ച കൊണ്ട് നോർമലായിട്ട് സംവിധാനം ആർക്ക് എവിടെയും കൊണ്ടുപോയി ചെയ്യാവുന്ന സംവിധാനം. ആലോചിച്ച് നോക്ക്. ഒരു 1/2 സ്പൂൺ മരുന്നെടുത്ത് ഒരു 10 മിനിറ്റ് മുമ്പ് പച്ചവെള്ളത്തിൽ കലക്കി വെക്കുക. പാലിലല്ല, പച്ചവെള്ളത്തിൽ. 1/2 മണിക്കൂർ ഇളക്കി അതിൻ്റെ രസം എടുത്ത് കഴിക്കുക. വെറുതെ വയറ്റിലായിരിക്കും, വേറെ ഒന്നും കഴിക്കാൻ പാടില്ല. അതിൻ്റെ ശേഷമായിരിക്കണം ഒരു 2-3 തവണ പച്ചവെള്ളം കഴിക്കുന്നത്. ഒരു 10 മിനിറ്റ് ചെന്നാൽ ഇത് കക്കൂസ് പോയി കംപ്ലീറ്റ് അലിഞ്ഞു പോകും. ആ അലിഞ്ഞു പോകുമ്പോൾ എന്തൊക്കെ ഉണ്ടാവും? ഇങ്ങനെ നിങ്ങൾ പിന്നെ ഒരു പാക്കറ്റ് മരുന്ന് എത്ര ദിവസം വരും? അത് കംപ്ലീറ്റ് ഉപയോഗിച്ച് അവിടുന്ന് തീരാവുന്ന കാര്യമുള്ളൂ. നിങ്ങൾക്ക് മനസ്സിലാക്കണം, തീരാവുന്ന കാര്യമുള്ളൂ. അതിന് ഇവർ അനുമതി തരില്ല. എന്താ കാരണം? നമ്മളുടെ റവന്യൂ ഉദ്യോഗസ്ഥരല്ല ആർക്കാണ് വിവരമുള്ളത്? ആരാ പഠിച്ചിട്ടുള്ളതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. എന്ത് പഠിപ്പ് വെച്ചിട്ടാണ്? അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഇപ്പോൾ കേട്ട ആളുകൾക്ക് മനസ്സിലായില്ലേ? ഇത് ലൈക്ക് ചെയ്യണോ വേണ്ടേ എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക, എന്നോട് ചോദിക്കരുത്. ഞാൻ കരൾ രോഗ വിദഗ്ധൻ, പച്ചില മരുന്ന്, മുഹമ്മദ് പതിയിൽ, പട്ടാമ്പി.